നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഫിലിപ്പീൻസിൽ HIV കേസുകളിൽ വലിയ വർധനമുണ്ടാകുന്നതായി റിപ്പോർട്ട്. 2025 ജനുവരി മുതൽ മാർച്ച് വരെ മാത്രം പുതുതായി 5101 HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് ഫിലിപ്പീൻസ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കൂടാതെ ഈ കാലയളവിൽ തന്നെ 145 പേർ HIV കാരണം മരണപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ 95% പുരുഷന്മാരും 5% സ്ത്രീകളുമാണ്. അതായത് 4849 പുരുഷന്മാർക്കും 252 സ്ത്രീകൾക്കും രോഗം സ്ഥിരീകരിച്ചു. യുവാക്കൾക്കിടയിലാണ് കൂടുതലായി രോഗം സ്ഥിരീകരിക്കുന്നത്. 15 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവരാണ് രോഗം ബാധിച്ചവരിൽ കൂടുതൽ പേരും. 2025 തുടക്കത്തിൽ ഫിലിപ്പീൻസിൽ HIV കേസുകളുടെ ശരാശരി എണ്ണം 1700 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% കൂടുതലാണിത്. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പുതുതായി HIV റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ 96% പേർക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം ബാധിച്ചതെന്നും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പുതുതായി HIV റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ 96% പേർക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം ബാധിച്ചതെന്നാണ് പറയുന്നത്. 2020നും 2025നും ഇടയിൽ 4146 HIV മരണങ്ങളാണ് ഫിലിപ്പീൻസിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2016 മുതൽ രാജ്യത്ത് പ്രതിവർഷം 500-ലധികം HIV മരണങ്ങൾ നടന്നതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. 1984ലാണ് ഫിലിപ്പീൻസിൽ ആദ്യമായി HIV ബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നു മുതൽ രാജ്യത്തുടനീളം 1,48,831 HIV രോഗികളും 9,221 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നതനുസരിച്ച് ശരീരത്തിലെ പ്രതിരോധശേഷിയെ ബാധിക്കുന്ന വൈറസാണ് HIV. HIV വൈറസ് ശരീരത്തിലെ ശ്വേതരക്താണുക്കളെ ബാധിക്കുകയും ഇതിലൂടെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലാവുകയും ചെയ്യും. ഇതോടെ കൂടുതൽ രോഗങ്ങൾ എളുപ്പത്തിൽ ബാധിക്കാനും ഇത് മരണത്തിലേക്ക് നയിക്കാനും കാരണമാകും.